ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം, തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്ര ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ഇവിടെ നേരിട്ട് വന്ന് എന്നെ ക്ഷണിക്കാനെത്തിയത്. വളരെ യാദർച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവമാണത്. ഞാനതിലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരു കോളിളക്കം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചതല്ല. 2 ദിവസം മുമ്പ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത്, ഒന്ന് കാണണം, ആന്ധ്രയിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് പറഞ്ഞ് വന്നു. അതനുസരിച്ച് അവരിവിടെ വന്നു. 5 മണിക്കൂറോളം ഇവിടെ ചെലവിട്ടു. അവർ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു. അതിനെപ്പറ്റി മന്ത്രി തന്നെ ഇവിടെ വിവരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇന്ന് നമ്മുടെ വ്യവസായ മന്ത്രി വളരെ മോശമായിട്ട്, അതായത് ആന്ധ്ര വളരെ മോശമാണ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പതിവാണ്. കഴിഞ്ഞ തവണ ഞാൻ തെലങ്കാനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി തെലങ്കാനയിൽ പോയി അവിടുത്തെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവിടെ ഒരു മേള നടത്തി. ഒരാൾ പോലും വന്നില്ല, 1 രൂപ പോലും വന്നില്ല. അതിന് പിറകെ വ്യവസായ മന്ത്രി പറഞ്ഞു, കിറ്റക്സ് പോയിരിക്കുന്ന വാറങ്കലിൽ നക്സലിൻ്റെ കേന്ദ്രമാണ്, അവിടെ പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. ഇന്നലെ ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയ്ക്കെതിരെ തിരിഞ്ഞു. ദാവോസിൽ കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ലോകത്ത് നിന്ന് വിവിധ രാജ്യങ്ങളിലെ ആളുകൾ വന്ന് അവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. കേരളവും ദാവോസിൽ പോയി ഏതാണ്ട് 10 കോടി മുടക്കി. 1 രൂപ പോലും കിട്ടിയില്ല. അവിടെ പോയി സ്വിറ്റ്സർലൻഡ് ചുറ്റിക്കണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയൊക്കെ തിരിച്ചു വന്നു. അതാണ് കേരളത്തിന് കിട്ടിയ പ്രയോജനം. അതേസമയത്ത് ഗുജറാത്ത് 206 ലക്ഷം കോടിയാണ് ദാവോസിൽ നേടിയത് നിക്ഷേപം. തൊട്ട് പിറകെ മഹാരാഷ്ട്ര 186 കോടിയോളം നിക്ഷേപം നേടി. ആന്ധ്ര 36,000 കോടി നിക്ഷേപം നേടി. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ലക്ഷങ്ങളുടെയും കോടികളുടെയും എല്ലാം നിക്ഷേപങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രം ഒന്നും കിട്ടിയില്ല. അപ്പോൾ മഹാരാഷ്ട്ര അവിടെ പോയി 186 ലക്ഷം കോടി നേടി. പക്ഷേ അവിടെയും കൊല നടന്നിട്ടുണ്ട്, വ്യവസായങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെയാണ് നിക്ഷേപം കിട്ടിയിരിക്കുന്നത്. അതിനെ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ സ്വന്തം പോരായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കഴിവില്ലായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുക. ഈ ഇന്ത്യയിൽ കേരള സംസ്ഥാനം ഒഴിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും ആന്ധ്രാപ്രദേശും തെലങ്കാനയും എല്ലാം വളരെ മോശമാണെന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കുക. അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കിറ്റക്സ് വളർന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ്, അത് മറക്കരുത്. കേരളത്തിൽ നിന്നാണ് ഈ പൈസ മുഴുവനുണ്ടാക്കിയത് എന്ന്. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്വത്താണെന്ന്. നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവർ തന്ന അല്ലെങ്കിൽ തീറെഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാണ്. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ ജനിച്ച് വളർന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളും ഞാനും നിങ്ങളുമൊക്കെ.
അത് ആരുടെയും പിതൃസ്വത്തല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സ്ഥലത്ത് ജനിച്ചു വളർന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളും ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള കൃഷി കുടുംബത്തിൽ ജനിച്ചവരാ. പക്ഷേ കഴിഞ്ഞ 60 വർഷം മുമ്പ് മുതൽ ചെറിയ വ്യവസായം തുടങ്ങി രാപകലില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കിയവരാ. അതിന് പകരം ഇവരെന്ത് ചെയ്തു? ഇവർക്കും ആകാമായിരുന്നല്ലോ ഇതുപോലെ. ഈ പ്രസംഗിക്കല്ലാതെ ഇതുപോലെ തന്നെ ഒരു ചെറിയ വ്യവസായം തുടങ്ങി 10 പേർക്ക് തൊഴിൽ കൊടുത്ത് സമ്പാദിക്കാമായിരുന്നല്ലോ. അവരെന്ത് ചെയ്തു? മുതൽ മുടക്കാത്ത, റിസ്ക് ഇല്ലാത്ത വ്യവസായം കണ്ടുപിടിച്ചു, കച്ചവടം കണ്ടുപിടിച്ചു. രാഷ്ട്രീയ കച്ചവടം. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരെ രക്തമൂറ്റിക്കുടിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന, ജീവിക്കുന്ന വ്യവസായം കണ്ടുപിടിച്ചു. അതാണ് ഞാനും അവരും തമ്മിൽ വ്യത്യാസം. അപ്പോൾ രാജീവ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന്. ഞാനും എൻ്റെ പിതാവും ജനിച്ചു വളർന്ന മണ്ണാണിത്. അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത്. ആരുടെയും ഔദാര്യം കൊണ്ടുണ്ടാക്കിയതല്ല. കേരള സർക്കാരോ ഈ പറയുന്ന രാജീവോ ഇടതുപക്ഷ ഗവൺമെൻറ്റോ ഒന്നും ഒരാനുകൂല്യവും ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾ പറ്റിയിട്ടില്ല. അധ്വാനിച്ചു മാത്രം ഉണ്ടാക്കിയ പണമാണ്. അതിൻ്റെ അവകാശം പറഞ്ഞു വരേണ്ട യാതൊരു കാര്യവും അവർക്കില്ല.